ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇന്ന് നാം ഓതിവെച്ച ആയത്ത് വിശുദ്ധമാകുന്ന ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ 185-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോരോ നഫ്സും, ഓരോരോ ശരീരവും, മനുഷ്യ ശരീരവും അത് മരണത്തെ രുചിക്കും എന്നല്ല, ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അത് മരണത്തെ രുചിക്കും. മരണത്തിന് അതിൻ്റെതായ രുചിയുണ്ട്. നമ്മളെ ഭക്ഷണ സാധനത്തിന് വ്യത്യസ്ത രുചികളുള്ളതുപോലെ ഇപ്പൊ നമ്മൾ നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു കയ്പായിരിക്കും. പഞ്ചസാര കഴിക്കുമ്പോൾ മധുരം. അതുപോലെ ഓരോരോ വസ്തുക്കൾ കഴിക്കുമ്പോൾ അതിന് വ്യത്യസ്ത ടേസ്റ്റുകളാണ്. നമ്മുടെ ഭക്ഷണ സാധനത്തിലെ ഫ്രൂട്ട്സുകൾ തന്നെ, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ്, അത് തന്നെ വ്യത്യസ്ത ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്. സാധാ ചോറ് നമ്മൾ തിന്നുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ടേസ്റ്റ്, ബിരിയാണി കഴിക്കുമ്പം അതിന് അതിൻ്റെതായ ടേസ്റ്റ്. ഇങ്ങനെ ഓരോരോ സംഗതികൾക്കും ടേസ്റ്റ് വ്യത്യാസമുണ്ട്, രുചി. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാകുന്ന ഖുർആനിലൂടെ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ രുചിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോരുത്തരുടെ മരണമെന്ന് പറയുന്നത് അത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അതിന്റെ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും. ചിലർ ചിരിച്ചിട്ട് മുഖം വെളുത്ത് പ്രകാശിച്ച് ഈ ഭൂലോകത്തുനിന്ന് വിട പറയുന്നു. അതുപോലെ ചിരിച്ച് പ്രകാശത്തോടുകൂടെ വിട പറയുന്ന സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ചിലരുടേതാണെങ്കിലോ മുഖം കറുത്തിരുണ്ട്, വേറെ രൂപത്തിൽ. എന്നതുപോലെ തന്നെ അതിന്റെ വേദനയുടെ കാര്യത്തിൽ, ദുരനുഭവത്തിന്റെ കാര്യത്തിൽ, മരണസമയത്തിന്റെ കാര്യത്തിൽ, മരിക്കുന്നതിൽ തന്നെ ചിലർ ഞാൻ മരിക്കും, വല്ല ആയുസില്ല എന്ന പ്രതീക്ഷയോടുകൂടെ മരണത്തെ മുഖാമുഖം കണ്ട് മരിക്കുന്നവർ, പെട്ടെന്ന് മരിക്കുന്നവർ. ഞാനിന്ന് ഈ ആയത്ത് സത്യത്തിൽ ഇന്നലെ വൈകുന്നേരം വരെ ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിലെ സംഭാഷണം അള്ളാഹു തൗഫീക്ക് തരികയാണെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ഈ വിഷയം, മരണസംബന്ധമായ വിഷയം സംസാരിക്കണമെന്ന് ഈ വിഷയത്തെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. നമ്മുടെ അടുത്തുള്ള ഈ കുഴിമണ്ണ വെളുത്തടത്ത് ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരത്തിയായ സ്ത്രീ മരണപ്പെട്ടു പോയി. അല്ലാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എന്നെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു മരണമാണ് ഇന്നലത്തെ മരണം. ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ നിന്ന്, ആ ഒരു പ്രയാസത്തിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലാണ്. ഇന്നലെ എയർപോർട്ട് പള്ളിയിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴൊന്നും ഈ മരണ വിവരം ഞാൻ അറിഞ്ഞില്ല. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സഹോദരി, ഇവിടെയുള്ള ഒരു സഹോദരി മരിച്ചിരിക്കുന്നു. ആ പേര് കേട്ടപ്പോൾ, സുഹൃത്തിന്റെ പേര് കേട്ടപ്പോൾ ആ പേരാണ് ഞാൻ വിളിച്ചു അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു, ജുമയുടെ കുറച്ച് അല്പം മുമ്പ് മരണപ്പെട്ടതാണ്. ഖബറടക്കം 6 മണിക്കാണ്. ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചതാണ്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ വീട്ടിൽ
സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന്റെ ഒരു പെങ്ങളുടെ കുട്ടിയുടെ ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി വാഹനത്തിൽ നിന്ന്, ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ആ സഹോദരി കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എന്നെ ഇന്നലെ വളരെയേറെ ഇരുത്തി ചിന്തിപ്പിച്ച, വെളുത്തേടത്ത് ജുമാ മസ്ജിദിൽ ആ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത് നമ്മുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ഈ മരണം എന്നുള്ള വിഷയം സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് തൻ്റെ ഭർത്താവ് സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ കൈക്കുഞ്ഞുള്ള ഒരു സഹോദരി, ഒരുപാട് മക്കളുള്ള ഒരു കൈക്കുഞ്ഞുള്ള ഒരു സഹോദരി, ആ കുഞ്ഞിനെയും എടുത്ത് അതങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഒരു ഓർക്കാപ്പുറത്തുള്ള മരണം, കുടുംബം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ മരണം. ആ ഞെട്ടലോടുകൂടി ആ മയ്യത്തുമായി പള്ളിയിൽ വന്ന് ഭർത്താവ് നിസ്കരിക്കുകയാണ്. മൂന്നാമത്തെ തക്ബീർ ചൊല്ലി അല്ലാഹുമ്മ ഗഫിർ ലഹാ എന്ന് പറഞ്ഞ് ശബ്ദമിടറി പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് നിറയാണ്. ഒരു ചെറുപ്പക്കാരത്തിയായ ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ഭർത്താവ് നമസ്കരിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതാണ് നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്നത്. വിശുദ്ധമാകുന്ന ഖുർആൻ ഒന്നല്ല, എത്ര ആയത്തുകളിലൂടെയാണ്. ഇന്ന് തന്നെ നമ്മൾ ആയത്ത് ഓതുകയാണെങ്കിൽ തന്നെ നമ്മളെ മുഴുവൻ സമയവും, ഇന്നത്തെ ഈ സമയം മുഴുവൻ ആയത്തോതാൻ വേണ്ടി തന്നെ, ആയത്തോതി അർത്ഥം വെക്കാൻ വേണ്ടി തന്നെ നീക്കി വെക്കണം. മരണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച്, അതിന്റെ ഭാവങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്നിട്ട് ആ മയ്യത്ത് എടുത്തു കൊണ്ടുപോകുമ്പം ചെറിയ ചെറിയ മദ്രസയിൽ പഠിക്കുന്ന മക്കളൊക്കെ ഇങ്ങനെ, നിങ്ങളുടെ കുട്ടികൾ മദ്രസക്ക് പോകാൻ മടി ഉണ്ടാകുമ്പോൾ ഒരു ഇങ്ങനെ തലക്ക് ചെരിച്ച് ഇങ്ങനെ ഒരു ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അടക്കാൻ കഴിയാത്ത വേദനയുമായി പൈതം മക്കൾ ആ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കരയുന്ന രംഗം കണ്ട് കണ്ണു നിറഞ്ഞുപോയി. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ഒരു നല്ല മനുഷ്യനാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയാണ്. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. നല്ലൊരു പകരം നീ പ്രദാനം ചെയ്യണേ അല്ലാ. എന്നെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ചു. അതൊരു വശത്ത്. മറുവശത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ എത്രയോ തവണ ഇങ്ങനെ പെടുന്നതിന് മരിച്ചതിന്റെ പേരിൽ ദ്വാരക്കാൻ വരുന്നവർ ഒരു ഭാഗത്ത്, മറുഭാഗത്തോ എത്രയോ പ്രാവശ്യം പല കുടുംബങ്ങളുടെ ദുആ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഒരു കുടുംബത്തിൽ ഒരു ഉമ്മ അസുഖബാധിതയായി, ഒന്നും ഓർമ്മയില്ലാതെ, ഒരു ശ്വാസമുണ്ട്, റൂഹുണ്ട് എന്ന് മാത്രം തടിയിൽ ആ ഉമ്മ വർഷങ്ങളോളം കിടന്നു. കുടുംബം ഇവിടെ ഒന്ന് ദ്വാരിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ആ ഉമ്മാന്റെ ആ രംഗം കണ്ടിട്ട് ഒന്ന് കൈ അനക്കാൻ പോലും പറ്റാത്ത, ഒരു ഓർമ്മ പോലും ഇല്ലാതെ കിടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥയിൽ കാണരുതേ എന്ന് വിചാരിക്കുമ്പോൾ അവരങ്ങനെ കുറെ കാലം കിടക്കുന്നു. അല്ലാഹു അഅലം, ഇതിന്റെ അസ്റാറ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ ചെറിയ പൈതം മക്കളുടെ മുമ്പിൽ നിന്ന് ഉമ്മമാര് ഊരിയെടുക്കപ്പെട്ടു പോകുന്നു. അതാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോരോ നഫ്സും അത് മരണത്തെ രുചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് വ്യത്യസ്ത ഭാവത്തിലാണ്, വ്യത്യസ്ത രീതിയിലാണ് വരിക. അല്ലാഹുവേ, ഞങ്ങളുടെ മരണങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് നല്ലയിടത്ത് സാലിഹീങ്ങളുടെ സാന്നിധ്യത്തോടെ, മുത്ത് ഹബീബിന്റെ സാമീപ്യത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ലോകത്ത് നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ ഓർക്കാപ്പുറത്ത്. അതുകൊണ്ടല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, പൊന്നുമോനെ, രാവിലെ ആയാൽ വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. രാത്രിയായാൽ വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. അത് പല രൂപത്തിലാകാം. ആ സഹോദരി ജുമാക്ക് മുമ്പ് തന്റെ പൊന്നുമക്കളോടൊപ്പം സന്തോഷിച്ച ഒരു സഹോദരി വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ബർസഖിയ ലോകത്തേക്ക് പോകുന്നു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതാണ് വിശുദ്ധമാകുന്ന ഖുർആൻ നമ്മളോട് പറയുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്.
എല്ലാ നഫ്സും അത് മരണത്തെ രുചിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് ഖിയാമത്ത് നാളിന്റെ ദിവസം നിങ്ങൾ ഓരോരുത്തർ ചെയ്ത പ്രവൃത്തിയുടെ കൂലി നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്തത് അതിന്റെ ഉണ്ടാവും. നിങ്ങൾ എന്താണോ ചെയ്തത് അത് നൽകപ്പെടും. അത് ഒരു സെക്കൻഡ് കൊണ്ട് ബർസഖിയ ലോകത്തേക്ക് എത്താം. അതുകൊണ്ടൊരു മുഅ്മിനായ ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാധ്യത എന്ന് പറയുന്നത് സദാസമയം എപ്പോഴും പിടികൂടാൻ സാധ്യതയുള്ള മരണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ബർസഖിയ ലോകമെന്ന് പറയുന്നത് റഹ്മത്താകുന്ന സൃഷ്ടിയുടെ റബ്ബാകുന്ന ആ അല്ലാഹുവിന്റെ അടുക്കലിലേക്കുള്ള മടക്കമാണ് ബർസഖിയ ലോകത്തേക്കുള്ള മടക്കം. നമ്മൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കല്, നമ്മളിവിടെ അങ്ങനെ മന്തി തിന്നണതൊക്കെ ഇല്ലാതെയായി. നമ്മൾ ഈ ഫാനും AC ഇട്ടൊക്കെ വിശാലമായ റൂമിലുള്ള ആ രംഗമൊക്കെ ഇല്ലാതെയായി. ഒരു ചെറിയ 6 അടി മണ്ണ് അതിന്റെ അടിക്ക് വെച്ചിട്ട് ഒരു കുരുടീസുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുകൊണ്ടൊക്കെ മൂടിയിട്ട് ആ ഒരു ചെറിയൊരു കൂട്ടിൽ ഇങ്ങനെ ഒരു കിടക്കണ രംഗം അത്രേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ, നമ്മളെ ഈ സുഖാഡംബരങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മുറിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ. അതാ നമ്മൾ ചിന്തിക്കണേ. ബർസഖിയ ലോകമെന്ന് പറയുന്നത് അതല്ല. മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് അത് 5 ഘട്ടമാണ്. ഞാൻ അതൊന്നും വിശദീകരിച്ച് പറയുകയല്ല. 5 ഘട്ടമാണ്. അത് ആലമുൽ അർവാഹ് എന്ന ഘട്ടമുണ്ടായിരുന്നു. ആലമുൽ അർവാഹ് എന്ന ഘട്ടം കഴിഞ്ഞിട്ടാണ് ആലമുദ്ദുനിയ. ഉമ്മായുടെ ഗർഭാശയത്തിലൂടെ ആലമുദ്ദുനിയയിലേക്ക് നമ്മൾ കടന്നു വന്നതാണ്, ഈ ഭൂമിയിലേക്ക് വന്നതാണ്. അതാണ് 3ാമത്തെ ഘട്ടം. അത് കഴിഞ്ഞിട്ട് ബർസഖ് എന്ന് പറയുന്ന ഘട്ടമുണ്ട്. അതാണ് ഖബർ ജീവിതം. ആ ഖബർ ജീവിതം ഒന്നിരിക്കൽ സ്വർഗം അതല്ലെങ്കിൽ നരകം. ഇങ്ങനത്തെ ഒരു ഘട്ടവും നമുക്കുണ്ട്. അല്ലാഹു നമ്മളെ സ്വർഗാവകാശികളിൽ പെടുത്തി തരണേ റബ്ബേ. ഇങ്ങനത്തെ 5 ഘട്ട മനുഷ്യന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്റ്റേജാണ് ബർസഖ് എന്ന് പറയുന്നത്. ആലമുദ്ദുനിയയെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം, നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ബേജാർ, നമ്മളെ റബ്ബിന്റെ അടുത്തേക്കുള്ള ബർസഖ് എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കുള്ള യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിന്റെ അടുത്തേക്കുള്ള യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ വളരെ പരമാവധി സുന്ദരമാക്കിക്കൊണ്ട് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സലാഹിയത്തിലൂടെ നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് മറമാടുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞുപോയി. മൂസാ നബി കരഞ്ഞുപോയി. ആരാ മൂസാ നബി അലൈഹിസ്സലാം? ഒരാളുടെ മുമ്പിലും ഭൂലോകത്ത് ഒരാളുടെ മുമ്പിലും തലകുനിക്കാതെ ധൈര്യവാനായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മുമ്പിൽ പോലും ധീരതയോടുകൂടെ നിന്നവർ. മൂസാ നബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യശാലിയാണ്. ഭയങ്കര അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ഫിർഔനിന്റെ മുമ്പിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഫിർഔനിന്റെ മുമ്പിൽ പോയി അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ അങ്ങ് ഫിർഔനിന്റെ മുമ്പിലേക്ക് പോകണം. അപ്പോൾ മൂസാ നബി പറഞ്ഞത്, ഞാൻ പോകാം, എന്റെ പാവപ്പെട്ട എന്റെ സഹോദരനായ ഹാറൂനെ എന്റെ കൂടെ പറഞ്ഞേക്കണം. ഹാറൂൻ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ പാവാണ്, സാധുവാണ്. അദ്ദേഹം എന്നിൽ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ടവർ. അതുകൊണ്ട് എന്റെ കൂടെ പറഞ്ഞേക്കണം. ഫിർഔനോട് സംസാരിക്കുമ്പോൾ ഉഷാറായിട്ട് സംസാരിക്കണം. അതുകൊണ്ട് കൂടെ ഫിർഔനെ പറഞ്ഞേക്കണം. വളരെ ധൈര്യശാലിയാണ് മൂസാ നബി. ആ മൂസാ നബി അലൈഹിസ്സലാമാണ് തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് പൊട്ടിക്കരയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്തിനാ മൂസാ നബിയെ അങ്ങ് പൊട്ടിക്കരയുന്നത്? മൂസാ നബിയെ അങ്ങ് എന്തിനാ കരയുന്നത്? ലൗ അദിൻതു ലിഅഹ്ലിൽ ഖുബൂർ, ഞാൻ ഈ ഖബറിന്റെ അഹ്ലുകാർക്ക് എങ്ങാനും സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാ ഹാറൂൻ നബിനെ കൊണ്ടാക്കണേ? നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാൻ ഈ ഖബറിന്റെ അവകാശികൾക്ക് ലോകത്ത് മറവട്ട് കിടക്കുന്ന എല്ലാ ഖബറാളികളെയും ഞാനൊന്ന് പുനർജീവിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും പുനർജീവിപ്പിക്കാം.
നമ്മൾ കബറാളികൾ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയുടെ കുറച്ചപ്പുറത്തിട്ടുണ്ട് കണ്ണമ്പറമ്പ്. നിങ്ങളൊക്കെ ഈ ഷെയ്ഖ് പള്ളിയിലേക്ക് അലാവുദ്ദീൻ ലിംസി തങ്ങളോടൊക്കെ പലരും നിങ്ങളൊക്കെ സിയാറത്തിന് പോകണമല്ലോ. വരക്കല് കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയുടെ അടുത്ത് പോകുമ്പം കുടുംബസമേതൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ആണുങ്ങൾ ആരുണ്ടെങ്കിൽ ആ കണ്ണമ്പറമ്പിൽക്കൊന്ന് കാട്ടിത്തരണം എന്ന് പറയുന്നത് നല്ലതാ. കണ്ണമ്പറമ്പൊക്കെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ കാണുന്നത് നല്ലതാ. ആയിരക്കണക്കിന് ആളുകൾ, എന്റെ വിശ്വാസപ്രകാരം 10,000-കണക്കിന് ആളുകൾ മറവട്ട് കിടക്കുന്ന ഖബർസ്ഥാനിയാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലുമുള്ള ആളുകളെ മറമാടുന്ന സ്ഥലമാണത്. ഞാൻ പലവട്ടം പോകാറുണ്ട്. ഈ ഷെയ്ഖ് പള്ളിയിലേക്ക് പോകുമ്പം ഒന്ന് പോകും. ആ സന്ധ്യാനേരത്തൊക്കെ അവിടെ പോയി നോക്കിയിട്ട് ഞാൻ പലർക്കും കാട്ടിക്കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിനൊക്കെ ഞാൻ പോയി കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇടക്കൊക്കെ ഒന്ന് പോകണം. നമ്മൾ അഹങ്കാരമൊക്കെ നിൽക്കാൻ ഇടയ്ക്ക് കണ്ണമ്പറമ്പിൽ അവിടെ പോയിട്ടൊന്ന് 2 കൈയും തൂക്കിയിട്ടിട്ടൊന്ന് ഇങ്ങനെ കണ്ണമ്പറമ്പ് മൊത്തം ഒന്ന് കണ്ണോടിച്ചാൽ മതി. നമ്മുടെ അഹങ്കാരം ഒക്കെ അവിടെ ഒരുങ്ങി പോകും. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യന്മാരാണ്. അവരൊന്ന് ഉയർത്തെഴുന്നേറ്റാൽ ഒരു സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ആളുകൾ അവിടെ മറവട്ട് കിടക്കുന്നുണ്ട്. അത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകളാണ്. അതേ അവസ്ഥ, അതേപോലത്തെ മരണപ്പെട്ട് കിടക്കേണ്ട അവസ്ഥ നമ്മൾക്കും വരാനുണ്ട്. അല്ലാ, നീ ഞങ്ങൾ സലാമത്താക്കി തരണേ അല്ലാ. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാണ്, മൂസാ നബിയേ എന്റെ ഖബറാളികൾ, ഈ ഖബറാളികളെങ്ങാനും അവർക്ക് ഞാൻ ഈ പുനർജീവിതത്തിന് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കാനുള്ള ഒരു അനുമതി കൊടുത്തിരുന്നുവെങ്കിൽ, എന്തിനു വേണ്ടിയാ അവർക്ക് അനുമതി കൊടുക്കുന്നത്? അവർ മൂസാ നബിയേ, അവരോട് ഞാൻ ചെയ്ത കാരുണ്യം അവർ നിങ്ങളോട് വിവരം പറയാൻ വേണ്ടിയിട്ട്. അവർ ബർസഖ് ലോകത്തെത്തിയപ്പോ ഞാൻ അവരോട് കാണിച്ച കരുണല്ലേ, ആ കരുണ അങ്ങയോട് പറയാം, അങ്ങയോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവരൊന്ന് പുനർത്തെഴുന്നേൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ എത്രയാ അവരോട് ആ ബർസഖ് ലോകത്ത് കരുണ കാണിക്കുന്നത്. അവർ നിങ്ങളോട് വാത്തോരാതെ സംസാരിക്കും. അവർ നിങ്ങളോട് വാത്തോരാതെ സംസാരിക്കും മൂസാ നബിയേ. അവർ എന്റെ അനുഗ്രഹത്തിന്റെ ആസ്വാദനം അവർ അങ്ങയുടെ മുമ്പിൽ വിവരിച്ചു തരും മൂസാ നബിയേ. അതുകൊണ്ട് ഹാറൂൻ നബിയുടെ കാര്യത്തിൽ നിങ്ങൾ വേദനിക്കണ്ട, നിങ്ങൾ വേവലാതിപ്പെടണ്ട. എന്റെ റഹ്മത്തിലേക്കാണ് ഇന്ദഖല ഇലാ റഹ്മത്തില്ലാ. എന്റെ ഹാറൂൻ എന്റെ റഹ്മത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതാണ് ആ പറഞ്ഞതിന്റെ മഅന. എന്നിട്ട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ നബിയേ, ഞാൻ ഈ ഭൂമുഖത്ത് വെച്ച് എന്റെ ഈ ഭൂമുഖത്ത് വെച്ച് അവർ തെറ്റ് ചെയ്തപ്പോൾ പോലും ഞാൻ അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹം മുറിച്ച് കളഞ്ഞിട്ടില്ല മൂസാ നബിയേ. ഭൂമുഖത്ത് വെച്ചിട്ട് എന്റെ അടിമകളുടെ അനുഗ്രഹം ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ അവരുടെ അനുഗ്രഹം ഞാൻ ബർസഖിയ ലോകത്ത് മുറിച്ച് കളയാ? നമ്മളൊക്കെ ചെയ്ത തെറ്റിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ തെറ്റിന്റെ ആ കണക്ക് നോക്കിയിട്ട് അള്ളാഹു റഹ്മത്തില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എപ്പോ നമ്മളെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ടാകും, നമ്മുടെ കൈയിന്റെ ശക്തി ബലം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നമ്മുടെ കാലിന്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഓരോരോ അവയവങ്ങളെ കൊണ്ട് നാവിന്റെ നമ്മൾ ദിനേന ഒരുപാട് ഹറാമ് ചെയ്യണത് എന്താന്ന് പോലും അറിയില്ല. നമ്മളെ റബ്ബിനെ അറിയും. നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ ഓനെ പൈസ കൊടുത്തില്ല, തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? ഞമ്മക്കത് ഓർമ്മയില്ലാന്നും പറഞ്ഞിട്ടാണെങ്കിൽ ഓന്റെ ദേഷ്യത്രൈക്കാരം. എന്നാൽ റബ്ബ് നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമുണ്ട്. ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തെക്കാൾ കൂടുതൽ നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അല്ലാഹു എടുത്തു കളയുന്നില്ല. അനുഗ്രഹങ്ങളൊന്നും എടുത്തു കളയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാക്കിലൊരു മുറിവേങ്കിലും ഉണ്ടാകണ്ടേ? എന്റെ വന്നേര ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുക. എന്റെ വന്നേര അവസ്ഥയിലെ ചെറിയൊരു കുട്ടിയുണ്ട്. അല്ലാഹു ആ കുട്ടിയുടെ എല്ലാ അസുഖങ്ങളും അല്ലാഹു നീ മാറ്റി കൊടുക്കണേ റബ്ബേ. അപ്പം ആ ഒരു ജ്യേഷ്ഠന്റെ മോനൊക്കെ ഞാൻ അങ്ങനെ ഇടക്കിടക്ക് വിളിക്കും. അപ്പൊ വിളിക്കുമ്പം ജ്യേഷ്ഠന്റെ മോൻ ചെറിയ കുട്ടിയാ, മദ്രസയിൽ പോകുന്ന ചെറിയ 5ാം ക്ലാസ്സിന്റെ താഴെ പഠിക്കുന്ന ചെറിയ കുട്ടിയാ. ആ കുട്ടീനെ നാക്കിൽ മുറിയാ, ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയൂല.
വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാൻ കഴിയില്ല. നാവിന്റെ ബലം പോകൽ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനത്തെ ആളുകൾ ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ആ കുഞ്ഞിന്റെ അസുഖം നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യുന്ന, നാവ് കൊണ്ടൊരു തെറ്റ് ചെയ്തിട്ട് അതിന്മേൽ ഒരു കുത്തു മുറി പോലും അല്ലാഹു തരാതെ അല്ലാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്ത് എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത്, ഭൂമുഖത്ത് ഞാൻ അവർക്ക് പല റഹ്മത്തും ചെയ്യുന്നു, എത്രയെത്ര വേണ്ടാത്രങ്ങൾ ചെയ്തിട്ടും ഞാൻ അവരെ തടയുന്നില്ല. എന്റെ റഹ്മത്ത് ഞാൻ അവർക്ക് മുറിച്ചു കളയുന്നില്ല മൂസ നബിയെ. പിന്നെ എങ്ങനെയാ? എന്നിട്ട് അല്ലാഹു പറയാണ്, പിന്നെ എങ്ങനെയാ? ഫഅൻസാഹും, ഞാൻ അവരെ മറക്കുമോ? ഫീ ബാത്തിനിൽ അർള്, ഭൂമിയുടെ ഉള്ളിൽ വെച്ച് ഞാൻ എങ്ങനെയാ മറക്കുക? ഈ ഭൂലോകത്ത് വെച്ച് അവർക്ക് കൈയനക്കാൻ കഴിയും, എല്ലാ ശക്തിയും കാണിക്കാൻ കഴിയും, വീരവാദം മുഴക്കാൻ കഴിയുന്ന ഈ ലോകത്ത് വെച്ച് ഞാൻ അവരെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവർക്കുള്ള അനുഗ്രഹങ്ങൾ മുടക്കിയിട്ടില്ല. ഞാൻ അവർക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റഹ്മത്ത് അവർക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവർ ബത്നുൽ അർളിലാണ്, ഭൂമിയുടെ ഉള്ളിലാണ്. ഒരു കൈയനക്കാൻ അവർക്ക് കഴിയൂല, ഒരു വീരവാദം മുഴക്കാൻ അവർക്ക് കഴിയൂല. അവർ ശാന്തമായി ഉറങ്ങുന്ന ലോകത്താണ്. ഒന്നും അനക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ് അവർ കിടക്കുന്നത്. തിരക്കില്ലാത്ത ലോകത്താണ് അവർ കിടക്കുന്നത്. പിന്നെ എങ്ങനെയാ അവർ നിസ്സഹരായി നിൽക്കുന്ന അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാ റഹ്മത്ത് ചെയ്യാതിരിക്കുക? നിങ്ങൾ ബേജാറാകണ്ട. ഞാൻ എങ്ങനെയാ അവരുടെ റഹ്മത്ത് ചെയ്യാതിരിക്കുക? നിങ്ങൾ ബേജാറാകണ്ട മൂസ നബിയെ. അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് ഈ ഉമ്മത്തിന് മുഴുവൻ പാഠമായി കൊണ്ട് പറയുകയാണ്, യാ മൂസാ, ഹേ മൂസ നബിയെ, ഇദാ മാതൽ അബ്ദ്, ഒരു അടിമ മരിച്ചാൽ ലം അൻദുർ, ഞാൻ അവരിലേക്ക് നോക്കുന്നില്ല, ഇലാ കസ്റത്തിൽ മഅസിയ, അവരുടെ തെറ്റിന്റെ വർധനവിലേക്കല്ല ഞാൻ അവരിലേക്ക് നോക്കുന്നത്. ഞാൻ അതാ പറഞ്ഞു കൊണ്ടുവരുന്നത്, തെറ്റിന്റെ വർധനവിലേക്കല്ല. പരമാവധി തെറ്റ് ചെയ്യാതെ നമ്മൾ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാ സദാ സമയത്തും നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാകൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാൻ അവരുടെ കസ്റത്തുൽ മഅസിയത്തിലേക്കല്ല നോക്കുക. അത് നോക്കുകയാണെങ്കിൽ ഒരാളും രക്ഷപ്പെടാൻ, വളരെ തുച്ഛം ആളുകൾ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. കസ്റത്തുൽ മഅസിയത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കഴിച്ചിലാകോ? അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. പക്ഷേ അല്ലാഹ് പറയാണ്, വലാകിൻ അൻദുർ ഇലാ ഹീലതിഹി, ഞാൻ അവരുടെ ചതിയിലേക്കും ഞാൻ അവരുടെ തന്ത്രത്തിലേക്കുമാണ്, ഞാൻ അവരുടെ ധിക്കാര മനോഭാവത്തിലേക്കുമാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് ധിക്കാര മനോഭാവം ഉണ്ടാകാൻ പാടില്ല. വെല്ലുവിളിക്ക് എന്റെ അഭിപ്രായത്തിൽ അത് മോശമില്ല എന്നുള്ളതാണ്. ഒരു തെറ്റിനെ തെറ്റല്ലാതെ, അത് ഒരു മോശമല്ലാതെ തെറ്റിനെ നന്മയായി കാണുന്ന ആളുകൾ ബർസഖിയ ലോകത്ത് ഒരിക്കലും രക്ഷപ്പെടില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരുടെ അടുത്ത് തെറ്റ് വരും. ആ തെറ്റ് വരുന്ന ആളുകൾ അല്ലാഹു നമ്മളോട് പറഞ്ഞ എന്താ? നിങ്ങൾ മനുഷ്യന്മാരാണ്, നിങ്ങൾ മഅസൂമികളല്ല, തെറ്റ് വരും. പക്ഷെ ആ തെറ്റ് വന്നാൽ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ മതി. ഞാൻ നിങ്ങൾ പകൽ ചെയ്ത തെറ്റിന് വേണ്ടി രാത്രി കാത്തിരിക്കുന്നു, രാത്രി നിങ്ങൾ ചെയ്തതിന് വേണ്ടി പകലും കാത്തിരിക്കുകയാണ്. അത് സദാസമയം, അത് അൺലിമിറ്റഡ് ആയ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടാൽ മതി നമുക്ക്. പക്ഷെ നമ്മൾ കേൾക്കൂല, നമ്മൾ തൗബ ചെയ്യില്ല. നിങ്ങളടുത്ത് തെറ്റ് വരും എന്റെ അടിമകളെ, പക്ഷെ നിങ്ങൾ തൗബ ചെയ്യണമെന്നാ പറയുന്നത്. പക്ഷേ തെറ്റ് വരുന്നതിനപ്പുറം ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അധികരിച്ച കാര്യമാണ് തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക. അവർ കഴിച്ചിലാകൂല. അവർ ഏറ്റവും ധിക്കാരികളാണ്, ഹീലത്തുള്ള, തന്ത്രമുള്ള, അഹങ്കാരമുള്ള, വഞ്ചനകളുമായി നടക്കുന്ന ആളുകളാണ്. അവർ മാത്രമാണ് എല്ലാ അടിമകൾക്കും ഞാൻ പുറത്തുക്കും എടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ഹീലത്ത്, ഈ ചതിയും തന്ത്രവും തെറ്റിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് വെച്ച് തന്നെ കിട്ടും. എനിക്കറിയുന്ന സംഭവമുണ്ട്, മുഖംമൂടി. ഇപ്പൊ നമ്മൾ മുഖം മറക്കാം. ഇപ്പൊ സഹോദരിമാര് മുഖം മറക്കുന്നവരും മറക്കാത്തവരുണ്ടാവും. പക്ഷെ മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഒരു വലിയ ഒരു ഷിആറാണത്, ഒരു അടയാളമാണ്. അതിനെ നിസ്സാരവൽക്കരിക്കാം. ഒരു കുടുംബം നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുടുംബം തന്നെയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ആള് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ മറക്കണ്ട എന്നുള്ളതാണ്. മറച്ചിട്ടില്ലെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ആ മുഖം മറക്കുക എന്നുള്ള ജിൽബാബ് ധരിക്കുന്നതിനെ നിസ്സാരവൽക്കരിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്.
ഇത് കണ്ടിട്ട് അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് പറയാണ് നല്ല മുസ്ലിമായ നല്ല കുടുംബത്തിലുള്ള ആൾക്കാരാണ്, ഇത് മോശപ്പെട്ട ആൾക്കാരൊന്നല്ല. പക്ഷെ ഓൽക്ക് ഈ ഭൗതികപരമായിട്ടുള്ള സഹ്റത്തു ദുനിയാവിന്റെ ഭംഗി കണ്ടിട്ട് അതിലും കണ്ട് മതിമറത്തിട്ട് പറയാണ് എന്റെ അഭിപ്രായത്തിൽ അത് മറക്കരുതെന്നാണ്. അപ്പൊ ഇസ്ലാമിന്റെ നിയമത്തെ വെല്ലുവിളിക്കുക. ഇവർ കുടുംബം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വേറെ ആൾ പറഞ്ഞു വലത്തെ കൈ കൊണ്ട് കുടിക്കണം, അത് റസൂലുള്ളാഹിന്റെ തിരുസുന്നത്താ. ഞാനൊരു അടയാളം, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാണ്, ഹീലത്തിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. നമ്മൾ ഒരിക്കലും തെറ്റിനെ നിസ്സാരവൽക്കരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നാൽ അത് നമ്മുടെ പരാജയത്തിന്റെ തുടക്കമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാൾ പറയാ വലത്തെ കൈ കൊണ്ട് കുടിക്കണം, ഒരു സഭയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇടത്തെ കൈ കൊണ്ട് കുടിക്കണം എന്നാണ്. അള്ളാന്റെ റസൂലിന്റെ തിരുസുന്നത്തിനെ വെല്ലുവിളിക്കാണ്. നമ്മൾ തെറ്റിനെ നിസ്സാരവൽക്കരിക്കാണ്. കുറച്ചൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ കാലല്ല, ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇല്ലാതെ ഇപ്പൊ ജീവിക്കാപ്പെന്നാ നമ്മൾ പറയാം. അങ്ങനെ കുറെ ഇപ്പം കൂട്ടിക്കാണ്ട് പറയും. അങ്ങനെ പറ്റൂല, തെറ്റിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്റെ അടിമയിലേക്ക് ഏറ്റവും കരുണ ചെയ്യുന്ന ഘട്ടമെന്ന് പറയുന്നത് അത് ബർസഖാണ്. അതുകൊണ്ട് മൂസ നബിയെ നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ എന്നെ ചിന്തിപ്പിച്ച മരണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുന്നതാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അതാ പറഞ്ഞത് ഓരോ മനുഷ്യനും അവൻ ചെയ്തു കൂട്ടിയത് നാളെ അവിടെ കൊടുക്കും. ചെയ്ത നന്മയുണ്ടെങ്കിൽ അതൊന്നും മിസ്സാകാതെ അല്ലാഹു നമുക്ക് തരും. ഫമൻ സുഹസിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരെങ്കിലും നരകത്തിൽ നിന്ന് വിദൂരയാക്കപ്പെട്ടു, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയുന്നു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് ഓരോരോ വിഷയങ്ങൾ അല്ലാഹു പറഞ്ഞു തരികയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുന്യവിയായ ജീവിതമെന്ന് പറയുന്നത് അത് വഞ്ചിക്കപ്പെടുന്ന മതാ ആണ്, ചരക്കാണ് എന്നാണ്. ഈ ദുനിയാവിലുള്ള സകലവും അത് നമ്മളെ വഞ്ചനയിൽ അകപ്പെടുത്തും. അതുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്ത് വസ്തുവാണോ, എന്ത് കാര്യമാണോ, അതിനെ നമ്മുടെ ആഖിറമാകുന്ന ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് അതുമായി ഇടപെട്ടാൽ മതി എന്ന വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണേ, നമ്മളിപ്പോ മരിച്ചു എന്ന് കൂട്ടുക. ഞാൻ ഈ ക്ലാസ് എടുത്ത സമയത്ത് പോലും ഇത് ഓർമ്മപ്പെടുത്തി. നമ്മളെ മരണത്തെക്കുറിച്ച് നമുക്കിപ്പം നമ്മൾ മൊബൈൽ ഇങ്ങനെ തോണ്ടുക, മറ്റോ നമ്മളെ വാട്സപ്പിൽ അങ്ങനെ പറയണ, അങ്ങോട്ട് നമ്മളെ രസിപ്പിക്കണ, ഇങ്ങോട്ട് രസിപ്പിക്കണ കുറെ ആളുകളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. നമ്മൾ ഇന്നാണ് കണ്ണടച്ചു എന്ന് വിചാരിക്കുക, അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. നമ്മളങ്ങനെ കണ്ണടച്ചു എന്ന് വിചാരിക്കുക, ഇന്നാണ് കണ്ണടച്ചു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഒരു രാത്രി ഒരു 10 മണിയാണതിന് മുമ്പ് നമ്മളെ മരമാടണം എന്നേക്കാരം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുക. എല്ലാവർക്കും വേഗം മയ്യത്തെടുക്കേണ്ട, മയ്യത്തിന് പെട്ടെന്ന് മയ്യത്തെടുക്കലാണ് മയ്യത്തിന് വലിയ ഇഷ്ടം. പിന്നെ കദ്ദിമൂനി എന്ന് പറയും, ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. മയ്യത്തിനെ പെട്ടെന്നൊക്കെ മറമാടുന്നത് അതൊക്കെ ശരി തന്നെയാണ്, അതാണ് ഏറ്റവും അഫ്ളൽ. പക്ഷെ നമ്മൾ പറയും, നമ്മളെന്താ പറയണേ, ഇനിയിപ്പോ രാത്രി അത് മയ്യത്ത് പാത്ത് വെച്ചിട്ട് പിന്നെ നമ്മളെ ഉറക്ക് പോയാലോ, നമ്മളെ ഉള്ളിൽ അതുണ്ടാവും. ഈ ഉറക്ക് പോണ പോലും ഞമ്മക്ക് അസ്വസ്ഥതയാണ്. മരിച്ച ആളെ വേഗം കൊണ്ടായി മറമാടും. ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത്. ഞമ്മക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധമാണ്. അതാ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നത്. ഈ ദുനിയാവ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹവ, ഈ ദുനിയവിയായ ജീവിതം എന്ന് പറയുന്നത് അത് കളി വിനോദമാണ്, ഇത് തമാശയാണ്. ഇതിലുള്ള ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാരും, ഇതൊക്കെ സഹ്റത്തുദ് ദുനിയാണ്. അതിൽ വഞ്ചിതരാകരുത്. നമുക്ക് ബാധ്യതയുള്ള ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കള്, ഗുരുവര്യന്മാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, ഇങ്ങനെ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കേണ്ട കുടുംബ ബന്ധം, ഇങ്ങനെ സാമൂഹികമാകുമ്പോൾ നമുക്ക് പല ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട സംഗതികളുണ്ട്. അതൊക്കെ നീയത്ത് നന്നാക്കിയാൽ കൂലി കിട്ടുന്ന ഇബാദത്താണ്. ഉറക്കം ഇബാദത്താണ്. രാത്രിയിലുള്ള ഉറക്കം, അത് രാത്രി എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായിട്ട് ചെയ്തു തന്നതാണ്. ഉറങ്ങൽ ഇബാദത്താണ്. സമയമുണ്ട്, നമ്മൾ കൂലി നന്നാക്കിയാൽ ഇബാദത്താവും. അതൊക്കെ നമുക്ക് ഇബാദത്താക്കാം. പക്ഷെ അതൊന്നും നമ്മളെ വഞ്ചനയിൽ അകപ്പെടുത്തരുത്. ഒരു വസ്തുവും നമ്മളെ വഞ്ചനയിൽ അകപ്പെടുത്തരുത്. ഈ റൂഹങ്ങോട്ട് പിരിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാകൂ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം.
ഒരു അറാബി വന്നിട്ട് മുസ്തഫ നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ അല്ലാഹുവിന്റെ റസൂലേ? അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അഅദത്ത ലഹാ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത്? എന്താപ്പം എപ്പോഴാ ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കണ്ടല്ലോ, എന്തേ അതിനു വേണ്ടി തയ്യാർ ചെയ്ത്? ഓരോരുത്തരുടെ ഖിയാമെന്ന് പറഞ്ഞാൽ അവരുടെ മരണം തന്നെയാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ സകല വസ്തുക്കളും നശിക്കുന്ന ഖിയാമം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയൂല. പക്ഷേ നമ്മുടെ ഖിയാമെന്ന് പറഞ്ഞ ആ ഖിയാമം അനുഭവിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാണ് എന്താ മരണം എന്നതുപോലെ ഓരോരുത്തരുടെ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് അവൻ മരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്ത് ചെയ്തു കൂട്ടി എന്ന് റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചപ്പോൾ ഖാല അഅറാബി പറയാണ്, ഹുബ്ബുല്ലാഹി വ റസൂലി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള മഹബ്ബത്താണ്. അപ്പോൾ മുസ്തഫ നബി പറയാണ്, അൻത മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് നീ അവരോട് കൂടെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണോ ഇഷ്ടപ്പെട്ട് ഓരോട് കൂടെയാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാ, റൂഹം കെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരേ ഉണ്ടാവുള്ളൂ? നമ്മുടെ അള്ളാഹും റസൂലും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ ഒരു ചിന്ത സദാ സമയത്ത് നമുക്ക് വേണം. അള്ളയും റസൂലും പൊരുത്തപ്പെട്ട മാർഗത്തിലല്ലാതെ നമ്മൾ അടി മുന്നോട്ട് പോകരുത്. ആ ഒരു ചിന്തയായിരിക്കണം. അപ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നിങ്ങൾ തഖ്വ ചെയ്യണം. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് കഴിയൂല എന്നല്ല അതിന്റെ അർത്ഥം. വിശുദ്ധമായ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നിങ്ങൾ തഖ്വ ചെയ്യണം. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ജീവിതം അല്ലാഹു റസൂലും പൊരുത്തപ്പെട്ടതാകണം എന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ വേണം. അതല്ലാതെ ആഞ്ചൻ കുഴഞ്ചൻ നിലപാടുണ്ടായാൽ അത് നമുക്ക് ഒരിക്കലും അഭികാമ്യമല്ല, ഒരിക്കലും അത് നല്ലതല്ല. ഇന്ന് അതാണ് ഒക്കെ നോർമലൈസേഷൻ, ഒക്കെ നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നന്നാകാൻ, ഹൃദയവിശുദ്ധി ഉണ്ടാകാൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീട്ടി സംസാരിക്കുന്നില്ല. ഹൃദയവിശുദ്ധി ഉണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു മരുന്നാണ്, പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മരണചിന്ത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ ഈ സംഭവം പറഞ്ഞു, ഇത് നമ്മുടെ മനസ്സിലൊക്കെ ഒരു പടപടക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഒരു ഹൃദയമുള്ള ആളുടെ മനസ്സിൽ ഒരു വേദനയുണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏതൊരു ഹൃദയമുള്ള മനുഷ്യനുണ്ടാകും, ആ വേദനയുണ്ടാകും. ആ മനുഷ്യന് വേദനയുണ്ടാകും, ഏതൊരു മനുഷ്യനും. അതാണ് ഒരു ഖൽബുള്ള ആൾ, അയാൾക്ക് വേദന ഉണ്ടാകും. ഒരു ഹൃദയത്തിൽ അണുമണി തൂക്കം നൈർമല്യമുള്ളയാൾ, അയാൾക്ക് ഈ മരണ സംഭവം പറയുമ്പോൾ വേദനയുണ്ടാകും, ഉറപ്പാണ്. അത് മുത്തുനബി പഠിപ്പിച്ചു തന്ന മരുന്നാണ്. ഒരാൾക്ക് മരണചിന്ത എന്ന് പറയുന്നത്, ഈ സഹോദരിയുടെ മരണം കേൾക്കുമ്പോൾ നമ്മളെ മരണത്തെ തസവ്വുറാക്കണം. എനിക്ക് ഈ സദസ്സ് പിരിഞ്ഞ് വീട്ടിലെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ എത്രയോ പ്രതീക്ഷ വെച്ചവരാണ്, പക്ഷേ ഇന്ന് സുബഹിയാകുവോളം ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല എന്ന് നമ്മൾ കരുതണം. ആ ഒരു രൂപത്തിലൂടെയാകണം നമ്മുടെ ജീവിതം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞു, തറക്തു ഫീകും വാഇദൈൻ, ഞാൻ നിങ്ങളിലേക്ക് രണ്ട് ഉപദേശകരെ ഇട്ടേച്ചു പോവുകയാണ്. നാതിഖൻ വസാമിതാ, ഒന്ന് സംസാരിക്കുന്ന ഉപദേശകനാണ്, മറ്റൊന്ന് മിണ്ടാത്ത ഉപദേശകനാണ്. ഒന്ന് സംസാരിക്കാത്തവനും ഒന്ന് സംസാരിക്കുന്നവനും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അന്നാതിഖു അൽ ഖുർആൻ, സംസാരിക്കുന്ന ഉപദേശകൻ എന്ന് പറയുന്നത് അത് ഖുർആനാണ്. ഖുർആൻ അത് മാനങ്ങനെ ആലോചിച്ച് നോക്കിയാൽ വജിലത്ത് ഖുലൂബുഹും, ഖൽബ് പടപടക്കുന്നതാണ്. ഖുർആൻ ആലോചിക്കുക. പഴയകാലത്ത് ഒന്നും അറിയാത്ത ആൾക്കാര്, ഒന്നും അറിയൂല, അവർ ഫാത്തിഹ ഓതും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതങ്ങോട്ട് ഓതും, കരയും. എന്തെനിക്കറിയാം, എന്റെ റബ്ബ് പറഞ്ഞതാണ്, അള്ളാന്റെ വാക്കാണെന്ന് ആലോചിച്ച് കരഞ്ഞിരുന്ന മുൻഗാമികൾ ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ അവർക്ക് കരച്ചിലാണ്. അർത്ഥം അറിയൂല, ഒരു ഹർഫിന്റെ മാന പോലും അവർക്കറിയൂല, പക്ഷെ അവർക്ക് കരച്ചിലാണ്. ഇതെന്റെ സ്നേഹനിധിയായ റബ്ബിന്റെ വാക്കാണെന്നാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അസ്സാമിത്, മിണ്ടാത്ത ഉപദേശകൻ എന്ന് പറയുന്നത് അൽ മൗത്ത്, അത് മരണമാണ്. നമ്മുടെ മരണത്തെ കുറിച്ച് ആലോചിക്കണം. ഞാൻ ഇപ്പൊ മരിച്ചാൽ എന്താണ് അവസ്ഥ?
ഞാൻ സ്വാലിഹീങ്ങളിൽ പെടുവോ? ഞാൻ റബ്ബന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഘട്ടത്തിലാണോ? ഇത് ആലോചിക്കണം. ആലോചിക്കുമ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും നന്നാവാൻ കഴിയുകയുള്ളൂ. ഓരോ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുമ്പോൾ അവരുടെ മരണം നമുക്ക് ഇബ്രത്താണ്. മരിച്ച സദസ്സിൽ ഒരു മയ്യത്തിനെ കൊണ്ടുവന്നാൽ ശരിക്ക് പറഞ്ഞാൽ അവിടെ മിണ്ടാതിരുന്ന ആ മരണത്തെക്കുറിച്ച് ആലോചിക്കണമെന്നാ, സ്വന്തം മരണത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കണമെന്നാ. അതാണ് അവിടുത്തെ ദിക്റ്. അതുകൊണ്ട് ആലോചിക്കണം. അതുകൊണ്ട് ഈ ദുനിയാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ സദാസമയത്തും ഒരു വിദേശി ജീവിക്കുന്നത് പോലെയാ ജീവിക്കേണ്ടത്. ഒരു വിദേശി എങ്ങനെയാണോ ജീവിക്കുക അതേപോലെ ജീവിക്കണം. റസൂലുള്ള പറയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി. റസൂലുള്ള എൻ്റെ മൻകിബിനെ പിടിച്ചു, ചുമലിങ്ങനെ പിടിച്ചു, ചുമല പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഫഖാല, റസൂലുള്ള പറഞ്ഞു, കൂ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. പൊന്നു ഇബ്നു ഉമർ എന്നവരെ, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വിദേശി പോലെ ജീവിക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. കഴിഞ്ഞ ദിവസം സഹോദരി ഒരു വിദേശി വന്നതുപോലെയാണല്ലോ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോണത്. നീ വിദേശിയെ പോലെ ജീവിക്കണം. അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പരിപാടിയിലേക്ക് വരുമ്പോ വഴിയിൽ എവിടെയെങ്കിലും ഞാൻ കാലാകാലം ഈ തെങ്ങിന്റെ മരറ്റാ ജീവിക്കണം എന്ന് കരുതിയോ? ഏതെങ്കിലും ഒരു തെങ്ങിന്റെ മരറ്റാണ് കണ്ടപ്പോ ഞാൻ ഇവിടെ കിടക്കുകയാണ് കാലാകാലം എന്ന് കരുതോ? ഇല്ല. ഇവിടെ വന്ന് ഈ പരിപാടി ശ്രമിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകണമെന്ന് നമ്മളെ ചിന്ത. ഈ ചിന്തയായിരിക്കണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ അംസൈത, നീ വൈകുന്നേരമായാൽ, ഫലാ തൻതളിരി സബാഹ്, രാവിലെയാകുമെന്ന് വിചാരിക്കരുത്. വഇദാ അസ്ബഹത, നീ നേരം പുലർന്നാൽ, വലാ ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരമാകുമെന്നും നീ വിചാരിക്കരുത്. എന്നിട്ട് പറയാണ്, നിന്റെ ആരോഗ്യ സമയം, നിന്റെ രോഗസമയത്ത് വേണ്ടി നീ തയ്യാറ് ചെയ്യുക. നമ്മുടെ കൗമാരപ്രായം, നമ്മുടെ യുവത്വകാലം, നമ്മുടെ യുവത്വകാലമൊക്കെ ഇന്ന് ഞാൻ നമ്മളെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയുന്ന, ഇന്നെന്ന് പറഞ്ഞ നല്ലൊരു ശതമാനം ആളുകൾക്കും എന്തോ ഒരു കുറവുള്ളത് പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. കാരണം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും മറ്റൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചറിയാം. പല കാട്ടിക്കൂട്ടലും കണ്ടാൽ നമുക്കൊരു ബോറ് തോന്നും. അത് എന്തൊരു കുറവുണ്ടായിട്ടാണ്, ഓൽക്കത് വലിയ സംഭവമായിട്ടാണ് തോന്നുന്നത്. അങ്ങനത്തെ ആളുകളുടെ പിറകെയാണ് ഇന്നത്തെ ഈ ടീനേജ് പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൽക്കും സ്വാഭാവികമായിട്ടൊരു കുറവ് വരും. അപ്പൊ ഇങ്ങനത്തെ ചിന്തകളിൽ നിന്നൊക്കെ അവർ വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഈ ബോധം കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കും ബോധം ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടുകാർക്കും ഈ ബോധം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഹയാത്ത് കാലത്ത് നമ്മുടെ നല്ല ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അമല് ചെയ്യുമ്പം അത് നമുക്ക് ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ കൈകൊണ്ട്, കാലുകൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ അള്ളാഹ് നമുക്ക് അതിന്റെ കൂലി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നിന്റെ ജീവിതകാലം നീ ചെയ്യണം, നിന്റെ മരണത്തിന് വേണ്ടി. അത് എപ്പോഴാണ് എന്ന് പറയാൻ കഴിയൂല. അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, മരണമെന്ന് പറയുന്നത് അത് ചെരുപ്പിന്റെ വാറിനേക്കാൾ മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി ഇഷ്ടംപോലെ ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ഇഷ്ടംപോലെ നമുക്ക് സംസാരിക്കാനുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കണം. ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മുടെ സംസാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലൊക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതുകൊണ്ട് മരണം എന്നുള്ള സംഗതി വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരുപാട് സ്വലാത്ത്, ജീവിതത്തിൽ ഒരു 300 സ്വലാത്തെങ്കിലും നമ്മൾ പതിവാക്കുക. അതിൻ്റെ പുറമെ ഈ ദിക്റുൽ മൗത്ത് നിരന്തരമായി നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇത് വലിയൊരു മരുന്നാണ്. ഹൃദയശുദ്ധി ഉണ്ടാകാൻ വലിയൊരു മരുന്നാണ്. ഒരുപാട് സംഗതികൾ ഇതിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാകാൻ, നമുക്ക് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യമില്ലാതെയാകാൻ, മറ്റുള്ളവരോട് കാരുണ്യം തോന്നാൻ, കൃപ തോന്നാൻ, ഇതിനൊക്കെ കാരണം ഈ ദിക്റുൽ മൗത്ത്, മരണസ്മരണ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു പരിഹാരം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.